ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GCC വേഴ്സസ് ഓസ്ട്രേലിയ എന്ന് പറയുന്നതാണ്. GCC കൺട്രീസിൽ ഒരുപാട് നാൾ സെറ്റിൽ ചെയ്തിട്ടുള്ള നഴ്സസിന് ഓസ്ട്രേലിയ പോലുള്ള ഡെവലപ്ഡ് കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ബി ഇൻ്റർനാഷണൽ ലാസ്റ്റ് 13 years ആയിട്ട് ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോഗ്രാംസ് ചെയ്യുന്നതാണ്. അതിൽ ഒരു 75% ക്ലയൻസും വരുന്നത് GCC കൺട്രീസിൽ തന്നെയുള്ളതാണ്. അപ്പോൾ അവർക്കൊരു ചോയ്സ് വരികയാണ്, ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ പോലത്തെ ഒരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ അവർ കൺസിഡർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. സാലറി മാത്രം നോക്കിയിട്ട് ഒരിക്കലും ഒരു കൺട്രിയിലേക്ക് നമ്മൾ റൂട്ട്സ് കൊണ്ട് നമുക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഡു വാച്ച് ബോത്ത് പാർട്സ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇപ്പോൾ GCCയിൽ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നഴ്സാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ പോലത്തെ ഡെവലപ്ഡ് കൺട്രിയിലേക്ക് മൂവ് ചെയ്യുമ്പോഴേക്കും അവർ കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും. സാലറി മാത്രം ഒരു ഫാക്ടർ ആക്കിയിട്ട് ഒരിക്കലും നമ്മൾ ഫുൾ അങ്ങോട്ട് പറിച്ചു നടാനായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് വരുന്നത് നമുക്ക് നോക്കാം. മെയിനായിട്ട് വരുന്നത് നമ്മളൊരു കൺട്രിയിലേക്ക് ഫുള്ളി ഫാമിലിയോട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. പിന്നെ എന്തുകൊണ്ടും നമ്മുടെ ജോലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ നമ്മുടെ വർക്ക് ടൈമിങ്സ് എങ്ങനെയായിരിക്കും വരിക, ആ കൺട്രി എങ്ങനെയായിരിക്കും വർക്ക് ടൈമിങ്സ് ഓഫർ ചെയ്യാമെന്ന് നോക്കുന്നുണ്ടാവും. പിന്നീട് സാലറി ഈസ് ഓൾസോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് കൂടാതെ നമ്മൾക്ക് ആ കൺട്രിയിൽ നമുക്ക് ഓഫർ ചെയ്യുന്ന വിസ സ്റ്റാറ്റസ് എന്താണ്, സിറ്റിസൺഷിപ്പ് ആണോ, പെർമനൻറ്റ് റെസിഡൻസ് ആണോ, അല്ലെങ്കിൽ ഒരു ടെമ്പററി വർക്ക് വിസയിലാണോ നമ്മളവിടെ നിൽക്കുന്നത്, ഇത്തരം കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് നോക്കുന്നുണ്ടാവുക. ആദ്യം തന്നെ നമുക്ക് സാലറിയുടെ കാര്യം പറയാം. ഇപ്പോൾ GCCയിൽ ഇത്രയും വർഷം വർക്ക് ചെയ്യുന്ന ഒരു നഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവർ ഫിനാൻഷ്യലി ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ GCC കൺട്രീസിൽ നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റാർട്ടിങ് നഴ്സസിന് സാലറി കിട്ടുന്നത് അറൗണ്ട് ഒരു 50,000 തൊട്ട് 3 lakhs വരെ മന്ത്ലി ഏൺ ചെയ്യുന്ന നഴ്സസ് ഉണ്ട്. ഇപ്പോൾ കുവൈറ്റ് പോലത്തെ കൺട്രീസ് നോക്കുകയാണെങ്കിൽ അവിടെ 4 to 5 lakhs വരെ മന്ത്ലി കിട്ടുന്ന നഴ്സസ് ഉണ്ട്. സോ ഒരു ഫിനാൻഷ്യലി സെറ്റാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ സാലറി അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓസ്ട്രേലിയയിൽ ബിഗിനിങ് സാലറി തന്നെ ഓൾമോസ്റ്റ് 4 to 5 lakhs വരെ വരുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GCC കൺട്രീസിൽ മെയിനായിട്ടും നഴ്സിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുവാണെങ്കിൽ നഴ്സസ് പ്രാക്ടീഷണർ, അല്ലെങ്കിൽ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, അല്ലെങ്കിൽ ഒരു ഹെഡ് നഴ്സ്. ഈ ഒരു 3 കാറ്റഗറീസിലായിരിക്കും അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ബട്ട് നമ്മൾ മറ്റൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്ത് അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്ത് നമ്മൾ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഒരിക്കലും നേരത്തെ നിന്നിട്ടുണ്ടായിരുന്ന കൺട്രിയിലെ അതേ പൊസിഷനിൽ തന്നെ വർക്ക് ചെയ്യണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമ്മൾ വേറൊരു കൺട്രിയിലെ രജിസ്ട്രേഷൻ എടുത്ത് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തന്നെ ആയിരിക്കും ഫ്രം ദ ബോട്ടം അപ്പ് ആയിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സാലറി ബേസിക് സാലറിയിൽ നിന്നായിരിക്കും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. സോ സാലറി ഈവൻ ദോ നമുക്ക് അവിടെ ബിഗിനിങ് സാലറി തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിലും നമ്മളൊരു രജിസ്റ്റേർഡ് നഴ്സിൻ്റെ ബേസിക് സാലറിയിൽ നിന്നായിരിക്കും നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ സാലറി ടാക്സബിൾ ആണ്. ഓസ്ട്രേലിയയിൽ നമുക്ക് കിട്ടുന്ന പെർ മന്ത് സാലറിയിൽ നിന്ന് 30% ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. GCCയിൽ ആ ഒരു ഇഷ്യൂ ഇല്ല. GCCയിൽ ടാക്സ് ഇഷ്യൂസ് നമുക്ക് വരുന്നില്ല. സോ സാലറി മാത്രം എന്നുള്ള ഒരു ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് വരുന്നത് GCC കൺട്രി തന്നെയായിരിക്കും. പക്ഷെ അത് മാത്രം ഒരു ഫാക്ടർ അല്ല. ബാക്കി ഡെമോഗ്രാഫിക്സ് കൂടെ നോക്കുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ചിൽഡ്രൻസ് എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ ഒരു 10 to 15 years ആയിട്ട് GCC കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിൻ്റെ കുട്ടി ആ കൺട്രിയിൽ തന്നെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒന്നുകിൽ അവരുടെ കുട്ടികൾ നാട്ടിൽ തന്നെ ആയിരിക്കും പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് അവർ മൂവ് ചെയ്തിട്ടും ഉണ്ടാവും. GCC കൺട്രിയിൽ തന്നെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഓസ്ട്രേലിയയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സിറ്റിസൺ ആയിട്ടോ ആണ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ, കാരണം 10 to 15 years നമ്മൾ GCCയിൽ സ്പെൻഡ് ചെയ്തെങ്കിൽ ഒരു 3 to 4 years നമ്മൾ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പെർമനൻറ്റ് റെസിഡൻസിനാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ അവിടെ ഒരു റെസിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സിറ്റിസൺ ആയിട്ടോ ആണ് നിൽക്കുന്നതെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് KG സെക്ഷൻ തൊട്ട് +2 വരെയുള്ള എഡ്യൂക്കേഷൻ 100% ഫ്രീ ആയിരിക്കും ഇൻ പബ്ലിക് സ്കൂൾസ്. സോ നമുക്ക് മോർ ദാൻ 1 കിഡൊക്കെ ഉള്ളവർക്ക് ഫുൾ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, എസ്പെഷ്യലി വേറൊരു കൺട്രിയിൽ ചെല്ലുമ്പോഴേക്കും. സോ നമുക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്യാനും കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാനും ആയിട്ട് നമുക്ക് ഓസ്ട്രേലിയയിൽ സാധിക്കുന്നുണ്ട്. 100% ഫ്രീ ആയിട്ട് പബ്ലിക് സ്കൂൾസിൽ നമുക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കുറച്ചുകൂടി വലിയ കുട്ടികളാണ്, കോളേജ് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിലും ഓസ്ട്രേലിയയിൽ സിറ്റിസൻ്റെയോ അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസിൻ്റെയോ കുട്ടി ആയതുകൊണ്ട് സബ്സിഡൈസ്ഡ് റേറ്റിലായിരിക്കും കോളേജ് ഫീസ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു കുട്ടി സ്റ്റുഡൻറ്റ് വിസ എടുത്ത് ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ വരുന്ന റേറ്റ്സ് എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മിനിമം 20 to 25 lakhs വരെ പെർ ഇയർ കൊടുത്തിട്ടൊക്കെ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് ഫീസ് മാത്രമാണ്, പ്ലസ് വേറെ എക്സ്പെൻസസ് കാര്യങ്ങൾ വേറെയും വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോഴേക്കും ഓസ്ട്രേലിയയിൽ നമ്മൾ റെസിഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ വരുന്ന സബ്സിഡൈസ്ഡ് റേറ്റ് എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു 1/3 വരത്തുള്ളൂ. സോ നമുക്കതും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടാണ് വരുന്നത്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ചോയ്സ് ഓസ്ട്രേലിയ തന്നെയാണ് വരുന്നത്.
നെക്സ്റ്റ് നമുക്ക് വർക്ക് ടൈമിങ്ങിൻ്റെ കാര്യം നോക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും GCC കൺട്രീസ് ആണെങ്കിലും 12 hour ഷിഫ്റ്റ്സ് എന്ന് പറയുന്നത് ഒട്ടും അൺകോമൺ ആയിട്ടുള്ളൊരു കാര്യമല്ല. ബേസിക് വർക്ക് ടൈം എന്ന് പറയുന്നത് തന്നെ 12 hour ഷിഫ്റ്റ്സ് തന്നെയാണ് GCC കൺട്രീസിൽ. അത് കൂടാതെ നമുക്ക് ഇതുപോലെ അവർ റിക്വയർമെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ OT നിൽക്കണം എന്നും അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഓവർ ടൈം നിൽക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കേസ് വരുവാണെങ്കിൽ അവിടെ ഒരു ഫിക്സ്ഡ് ടൈമിംഗ് ഉണ്ട്. ഡെയിലി 8 hour ഷിഫ്റ്റ്സ് ആണ് വരുന്നത്. 5 weekdays per week ആണ് വരുന്നത്. അതൊരു ഫിക്സ്ഡ് ടൈമിംഗ് ആണ്. അവർ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഓവർ ടൈം നിൽക്കണം എന്നുണ്ടെങ്കിലും ഈ 8 hours അഡീഷണൽ ആയിട്ടേ നമുക്ക് നിൽക്കേണ്ടി വരത്തുള്ളൂ. അതല്ലാതെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പോലെ അവിടെ ഓവർ ടൈം നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ നമുക്ക് അങ്ങനെയാണെങ്കിലും ബെനിഫിഷ്യൽ ആണ്. സോ വർക്ക് ടൈമിങ്സിൻ്റെ കാര്യം നോക്കുമ്പോഴാണെങ്കിലും നമുക്ക് എന്തുകൊണ്ടും ബെറ്റർ ഓസ്ട്രേലിയ ആണ്. നമുക്ക് ആ ഫിക്സഡ് വർക്ക് ടൈം നമുക്കത് ചേഞ്ചബിൾ ആയിരിക്കില്ല, നമുക്കത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഹൗസിങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും ഒരു 20-25 years വരെ GCC കൺട്രീസിൽ താമസിച്ച ആൾക്കാർ പോലും അവിടെ തന്നെ വീട് വാങ്ങിച്ച് സെറ്റിൽ ആവുക എന്ന് പറയുന്നത് ഭയങ്കര അൺകോമൺ ആയിട്ടുള്ള കാര്യമാണ്. റെൻറ്റിനോ അല്ലെങ്കിൽ ഇതുപോലെ ഷെയറിംഗ് ആയിട്ടോ അങ്ങനെയൊക്കെ താമസിക്കുന്നതാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുണ്ടാവുക. ബട്ട് ഓസ്ട്രേലിയയുടെ കേസിൽ നമുക്ക് PR കിട്ടി വിത്തിൻ 2 to 3 years തന്നെ വീട് വാങ്ങിച്ച് അവിടെ പെർമനൻ്റ്ലി സെറ്റിലായ ആൾക്കാർ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത്. സോ ഓസ്ട്രേലിയയിൽ അത് പോസിബിൾ ആണ്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇന്ത്യയുടെ പോലെ സിമിലർ ആയിട്ടുള്ളൊരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് ഓസ്ട്രേലിയയിൽ വരുന്നത്. സോ നമ്മുടെ സ്പൗസിനാണെങ്കിലും അഗ്രികൾച്ചർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും നമുക്കതുപോലെ അങ്ങനത്തെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാനും കൂടെ കുറച്ചുകൂടി ഒരു സൂട്ടബിൾ ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓസ്ട്രേലിയയാണ്. സോ ഹൗസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പെർമനൻറ്റ് സെറ്റിലിംഗ് ഡൗൺ എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിലാണെങ്കിലും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ഓസ്ട്രേലിയ തന്നെയാണ് വരുന്നത്. പിന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിലും GCC കൺട്രീസിലാണെങ്കിലും നമ്മൾ ഇത്രയും വർഷം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തൊരു കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ രീതിയിൽ നോക്കുവാണെങ്കിൽ നമ്മൾ 20 years നമ്മൾ GCC കൺട്രീസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് അത്രയും നാളും നമ്മളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് സേവ് ചെയ്ത എമൗണ്ടും കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിലൊരു റിട്ടയർമെൻറ്റ് പ്ലാൻ നോക്കുകയോ അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ അങ്ങനെയാണ് പൊതുവേ കേൾവി വരുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഓസ്ട്രേലിയ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ മന്ത് തൊട്ട് നമ്മുടെ സാലറിയുടെ ഒരു സ്പെസിഫിക് എമൗണ്ട് സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ് എംപ്ലോയർ തന്നെ പേ ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അത് പേ ചെയ്ത് ആ എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും. സോ നമുക്കൊരു 60-65 years നമ്മൾ റിട്ടയർ ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് ആ എമൗണ്ട് നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. സോ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കൂടെയാണ്. എംപ്ലോയർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ നാട്ടിലെ PF ഒക്കെ പോലെ തന്നെ നമുക്ക് എംപ്ലോയർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമുക്ക് അങ്ങനത്തെ ഒരു എമൗണ്ട് നമുക്ക് സ്വന്തമായിട്ട് കിട്ടുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 5 points വരുന്നത്. 5 points ഇപ്പോൾ ചെറുതായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പാർട്ട് 2 എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്ക് GCCയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു നഴ്സാണ് നിങ്ങളെങ്കിൽ 2 പാർട്ടും മുഴുവനായിട്ട് കാണുക. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, നമുക്ക് റിപ്ലൈ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലേഴ്സിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ വീഡിയോ കണ്ടിരുന്നതിന് താങ്ക് യു. നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ബൈ.